അഹമ്മദാബാദ് വിമാന ദുരന്തം രാജ്യത്തിന് ആകെ ഞെട്ടിച്ചാണ് കടന്നുപോയത്. മരണസംഖ്യ 300-നടുത്ത് എത്തി നിൽക്കുന്ന ദുരന്തം രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമാണ്. പറന്നു പൊങ്ങി 30 സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം തകർന്നു വീണു. ഈ ദുരന്തത്തിൽ മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുമുണ്ട്. ബിജെപിക്ക് വലിയ നഷ്ടമാണ് ഈ നേതാവിന്റെ അപ്രതീക്ഷിത വിയോഗം. ലണ്ടനിലുള്ള മകളെ കാണുന്നതിനും ഭാര്യയെ തിരികെ കൂട്ടുന്നതിനുമാണ് വിജയ് രൂപാണി ലണ്ടനിലേക്ക് പോകാനിറങ്ങിയത്. എന്നാൽ അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപം തന്നെ ഒരു ക്രാഷ് ലാൻഡിൽ ആ യാത്ര എന്നേക്കുമായി അവസാനിച്ചു. രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദമേറിയ ആളാണ് വിജയ് രൂപാണി. അതുപോലെ തന്നെ ആകസ്മികമായിട്ടാണ് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നതും. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ച വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിലെ യാത്രക്കാരനായിരുന്നു രൂപാണി. ലണ്ടനിലുള്ള ഭാര്യ അഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു അദ്ദേഹം. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രൂപാണിയുടെ മരണം വൈകിട്ടോടെയാണ് സ്ഥിരീകരിച്ചത്. രൂപാണി അടക്കം യാത്രക്കാരും ക്രൂവും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വിജയ് രൂപാണി ഗുജറാത്തിന്റെ 16ാമത്തെ മുഖ്യമന്ത്രിയാണ്. 2016 ഓഗസ്റ്റ് 7 മുതൽ 2021 സെപ്റ്റംബർ 11 വരെ 2 ടേമുകളിലായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ട് ഈ നേതാവ്. പട്ടിദാർ പ്രക്ഷോഭത്തെ തുടർന്ന് ജനരോഷമുയർന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ പട്ടേൽ രാജിവെച്ചപ്പോഴാണ് രൂപാണി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനു മുൻപ് ആനന്ദിബെൻ മന്ത്രിസഭയിൽ ഗതാഗതം, തൊഴിൽ, ജലവിതരണം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായിരുന്നു വിജയ്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 115 സീറ്റിൽ നിന്ന് ബിജെപി 99 സീറ്റിലേക്ക് ചുരുങ്ങിയതോടെ രൂപാണിയുടെ ഗ്രാഫും താഴ്ന്നു. അങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു വർഷമുള്ളപ്പോൾ മുഖ്യമന്ത്രി പദം രാജിവെച്ച് നിലവിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന് വഴിയൊരുക്കിയത്. 1956 മ്യാൻമറിലെ രംഗൂണിലായിരുന്നു രൂപാണിയുടെ ജനനം. മ്യാൻമറിൽ രാഷ്ട്രീയ സംഘർഷം മൂർച്ഛിച്ചതോടെ കുടുംബം ഗുജറാത്തിലെ രാജ്കോട്ടിലേക്ക് കുടിയേറി. RSSലൂടെയാണ് രൂപാണി പൊതുപ്രവർത്തനം ആരംഭിച്ചത്. 3 വർഷം RSS പ്രചാരകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1971 ജനസംഘത്തിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. 1987 രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. പിന്നീട് 1996 മേയറായി. കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായ കാലത്ത് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രകടന പത്രികാ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു. 2006 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്ത് മുനിസിപ്പൽ ഫിനാൻസ് ബോർഡ് ചെയർമാനായും പ്രവർത്തിച്ചു. 2014 അന്നത്തെ സ്പീക്കർ വജുഭായി വാല സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജ്കോട്ട് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ട്രാൻസ്പോർട്ട്, ജലസേചനം, തൊഴിൽ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി. 2016 ബിജെപിയുടെ ഗുജറാത്ത് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായി. 2016 ആനന്ദിബെൻ പട്ടേലിന് പകരം മുഖ്യമന്ത്രിയായത്. അന്ന് മോദിയുടെ എതിർപ്പ് മറികടന്നാണ് വിജയ് രൂപാണിയെ അമിത്ഷാ മുഖ്യമന്ത്രി പദവിയിൽ എത്തിച്ചത്. പിന്നീട് 2017 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. എങ്കിലും ബിജെപിക്ക് സീറ്റ് കുറഞ്ഞത് രൂപാണിയുടെ ജനപ്രിയതയ്ക്ക് ഏറ്റ മങ്ങലായിരുന്നു. പിന്നീട് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമായെന്ന് വിലയിരുത്തലിൽ 2021 തീർത്തും അപ്രതീക്ഷിതമായ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പടിയിറങ്ങിയും രൂപാണി വാർത്തയിൽ ഇടം പിടിച്ചു. ഒടുവിൽ വിമാന അപകടത്തിൽ ജീവൻ പൊലിയേണ്ട ദുർവിധിയാണ് ഈ നേതാവിനെ കാത്തിരുന്നത്.